ഓക്കെ, അപ്പൊ നമ്മൾ മോഡൽ 2 കൂടി മോഡൽ 2 ഉം 3 ഉം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. 3 കൂടുതലായിട്ട് പറയുന്നില്ല, 3 നമ്മൾ കുറെ ചെയ്തതാണ്, പഴയ വീഡിയോസിലൊക്കെ ഉണ്ട്. മോഡൽ 2-ലാണ് തീരെ നോക്കാത്തത്. ഓക്കെ, തീരെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യാത്തത്, ചെക്ക് ചെയ്യാത്തത് മോഡൽ 2 ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് കേട്ടോ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അപ്പൊ അതില് 2020 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആദ്യം നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒരു എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കേട്ടോ. സാധാരണ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ സെഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസെഡ് ബൈ ഡോ വൈ കാണാൻ ചോദിച്ചേക്കാണ്. ഫംഗ്ഷൻ ഇങ്ങനെ തന്നെയാണ്. ഇഫ് y into e raised to x minus 5 cos 2z equal to 3z. അപ്പൊ ഇതിൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് കാണാൻ ചോദിച്ചേക്കാണ്. അപ്പൊ ഇതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ മോഡലാണ് അല്ലെ. 2-3 സ്ഥലത്ത് ഇസെഡ് വരുന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. 2 സ്ഥലത്ത് ഇസെഡ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതിന് നമ്മൾ ഇംപ്ലിസിറ്റ് മോഡൽ എന്നിട്ട് നമ്മൾ ചെയ്തിരുന്നു അല്ലെ. എങ്ങനെ ചെയ്തത്? ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇസെഡ് ഈക്വൽ ടു എന്ന് എഴുതാം, സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കാണ്ട് ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സില് പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ഡയറക്റ്റ് കാണണം, ഓരോരോ ടേമിനെയും കാണാം. ഇവിടെ y ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ്, പ്രോഡക്റ്റ് റൂളിന്റെ ആവശ്യമില്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. വൈനെ മാറ്റി നിർത്തി ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, കുഴപ്പമില്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. y ഇൻറ്റു ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. മൈനസ് 5 ഇൻറ്റു കോസ് 2z ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ് അല്ലെ. അപ്പൊ കോസ് 2z ആണ്, കോസ് 2z ആണ്. കോസ് 2x ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x എഴുതി അവസാനിപ്പിച്ചാൽ മതി. പക്ഷെ ഇവിടെ കോസ് 2z ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2z എഴുതിയിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ ഇയാളെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പൊ ഇൻറ്റു 2 ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? എന്താ നമ്മൾ ചെയ്യുന്നത്? കോസ് 2z ആണ്. അപ്പൊ ഇസെഡിന്റെ ഉള്ളിൽ ആരുണ്ട്? എക്സും വൈയും ഉണ്ട്. അപ്പൊ കോസ് 2zന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2z എന്ന് എഴുതിയിട്ട് ഇൻറ്റു 2 ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതുന്നു. ഈക്വൽ ടു അപ്പുറത്ത് 3 എന്ത്? ഇസെഡിന്റെ ഡെറിവേറ്റീവ് എത്രയാ? ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒപ്പം ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇതൊന്ന് നീറ്റായിട്ട് എഴുതാം. y ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇൻറ്റു 5 10 ഇൻറ്റു സൈൻ 2z ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 3 ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഉള്ള ടേമിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് അല്ലാത്ത ടേമിനൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇതിപ്പോ ഇവിടെ എടുക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നുള്ളത് y ഇ റേസ് ടു എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 3 ഡോ ഇസെഡ് ബൈ ഡോ എക്സ് മൈനസ് 10 സൈൻ 2z ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. അപ്പോ y ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഡോ ഇസെഡ് ബൈ ഡോ എക്സിനെ വെളിയിൽ എടുക്കുക, ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാല് 3 മൈനസ് 10 സൈൻ 2z എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? നമുക്ക് വേണ്ടത് ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്. അപ്പൊ അയാളോട് നിർത്തിയിട്ട് മറ്റൊരു താഴോട്ട് കൊണ്ടുവന്നാൽ മതി. y ഇൻറ്റു ഇ റേസ് ടു എക്സ് ബൈ 3 മൈനസ് 10 ഇൻറ്റു സൈൻ 2z ഈക്വൽ ടു ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇതേപോലെ ഡോ ഇസെഡ് ബൈ ഡോ വൈ കാണണം. ഇതേപോലെ നമ്മൾ ചെയ്തത് ഇക്വേഷൻ 1നെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടത്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയില് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം കേട്ടോ. എടുത്ത് എഴുതാം. ഡിഫറൻഷിയേറ്റിംഗ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ എന്തായിരുന്നു 1ന്റെ ക്വസ്റ്റ്യൻ? y ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ്
5 into cos 2z into cos 2z equal to 3z. ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ 1 ഉണ്ടായിരുന്നത്. അതിന് y-യില് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പൊ ഇവിടെ y-യുടെ ഡെറിവേറ്റീവ് 1 ആയി പോയി. 1 into e raised to x minus 5 into, ഇനി ശ്രദ്ധിക്കുക cos 2z ആണ് അല്ലെ. കോസിന്റെ ഇസഡിന്റെ ഉള്ളിൽ ആരുണ്ട്? വൈയും ഉണ്ട്, രണ്ടുപേരുണ്ട്. അപ്പൊ ഇസഡിന്റെ ഡെറിവേറ്റീവ് 0 അല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? cos 2z ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ 2z ഇൻറ്റു 2 ഡോ z ബൈ ഡോ x, നേരത്തെ പോലെ തന്നെ വന്നു, ഈക്വൽ ടു 3 ഡോ z ബൈ ഡോ x. ഇത് നേരത്തെ പോലെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഒരു സ്റ്റെപ്പ് ഞാൻ കട്ട് ചെയ്യാണ്. e raised to x ഈക്വൽ ടു 3 ഡോ z ബൈ ഡോ x മൈനസ് 10 സൈൻ 2z ഇൻറ്റു ഡോ z ബൈ ഡോ x എന്ന് കിട്ടും. അതിലെ ഡോ z ബൈ ഡോ എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ 3 മൈനസ് 10 സൈൻ 2z എന്ന് കിട്ടി. നമുക്ക് ഡോ z ബൈ ഡോ y, സോറി ഇവിടെ ഡോ z ബൈ ഡോ y ആണ് വേണ്ടത്. മാറിപ്പോയതാണ്. വൈയിലാണ് ചെയ്തത്, മാറിപ്പോയി. വൈയിലാണ് ചെയ്ത് ഡോ z ബൈ ഡോ y ആണ് കേട്ടോ. ഡോ z ബൈ ഡോ y ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ ഡോ z ബൈ ഡോ y ഈക്വൽ ടു e raised to x ബൈ 3 മൈനസ് 10 സൈൻ 2z. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കേണ്ടത്. സാധാരണ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, നോർമൽ ആയിട്ട് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ലോഗ് ബ്രാക്കറ്റിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസെഡ് ക്യൂബ്, ഇസെഡ് ക്യൂബ് ഉണ്ടോ? ഇസെഡ് ക്യൂബ് മൈനസ് 3xy അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞ യൂളേഴ്സ് തിയറത്തിന്റെ അപ്ലിക്കേഷനാണ്. നമുക്ക് യൂളേഴ്സ് തിയറം പഠിപ്പിച്ചില്ലല്ലോ. ഓയിലേഴ്സ് തിയറം നമ്മുടെ സിലബസിൽ ഇല്ല. അത് കുഴപ്പമില്ല. പാടായിരുന്നു. നമ്മൾ ചോദിച്ചതൊക്കെ സിമ്പിൾ അല്ലടാ. അത് രണ്ടും നന്നായി പഠിക്കാത്തോണ്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടാ. അതായത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. യു ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, ഓക്കെ, മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ. ഫൈൻഡ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അതിനു മുമ്പ് കുറച്ച് ബേസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമാണ്. അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 ബൈ എക്സ്. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓക്കെ, മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ എക്സ് ആയിരുന്നെങ്കിലോ? അതായത് ഡോ ബൈ ഡോ വൈ ആണ്. അപ്പൊ എക്സ് കോൺസ്റ്റന്റ്, എക്സ് താഴെ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. മുകളിലുള്ളതാണ് വൈ. വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. 1 ബൈ എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ എക്സ് എന്ന് പറയുമ്പോഴോ മുകളിലാണ് വൈ. അപ്പൊ മുകളിൽ വരുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. താഴെ വരുമ്പോഴാണ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നത്. ഒരെണ്ണം കൂടി. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാലോ? എക്സ് ബൈ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? എന്താ ഡെറിവേറ്റീവ് എക്സ് ബൈ വൈയുടെ? അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. എക്സ് മുകളിലാണെങ്കിൽ ആൻസർ 1 ആണ്. 1 ബൈ വൈ. ഓക്കെ, അതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാലോ?
y താഴെയാണ്, വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത് കണ്ടോ. അപ്പൊ എന്ത് എഴുതാം നമുക്ക്, -x/y² എന്ന് പറയും. അത് ഓക്കെ ആണോ? ഈ ഒരു ഐഡിയ മനസ്സിലാക്കണമെങ്കിൽ അത് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഇത് ജസ്റ്റ് മനസ്സിലാക്കണേ. താഴെ വരുമ്പോ വിത്ത് റെസ്പെക്ട് എന്തിലാണെങ്കിൽ അത് താഴെയാണെങ്കിൽ -/x² വരും, മുകളിലാണെങ്കിൽ 1/x അങ്ങനെ വരും കേട്ടോ. ഒരു കഴിയും ഡിവൈഡ് ഈസ് tan ഇൻവേഴ്സ് x. tan ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/1 + x². ഇതേപോലെ സൈൻ ഇൻവേഴ്സ് എക്സും ചോദിക്കാറുണ്ട്, അതുകൂടി നോക്കിയിട്ടുള്ളൂ. ഡിവൈഡ് ഈസ് സൈൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാല് 1/√1 - x². ഈ രണ്ടെണ്ണം എപ്പോഴും ചോദിക്കാറുള്ള സാധനങ്ങളാണ് കേട്ടോ പാർഷ്യൽ ഡെറിവേറ്റീവ്. tan ഇൻവേഴ്സ് എക്സും അതുപോലെ സൈൻ ഇൻവേഴ്സ് എക്സും. അപ്പൊ അത് രണ്ടും ഓക്കെ അല്ലേ, ഈ രണ്ട് ഫോർമുല. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞേക്കുന്ന ∂2u/∂x/∂y എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ആദ്യം ∂u/∂x കാണാം, യുവിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ആ കിട്ടിയ ആൻസറെ വീണ്ടും വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആദ്യം ∂u/∂y ചെയ്യാം, ആ കിട്ടിയ ആൻസറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇതാണ് ∂2u/∂x/∂y എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ∂2u/∂y/∂x. രണ്ടും സെയിം ആണ്, രണ്ടിന്റെയും ആൻസർ സെയിം ആണ്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ ചെയ്യാം, ഏതെങ്കിലും ഒരു രീതിയിൽ മതി, നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ∂u/∂x ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ച് ശ്രദ്ധിക്കണേ, ഇത് വലിയ ക്വസ്റ്റ്യൻ ഒന്നല്ല, എങ്കിലും ശ്രദ്ധിച്ച് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പണി കിട്ടും. ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ എഴുതുന്നു ∂u/∂x എന്ന് എഴുതുന്നു.